ഞാനേ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ റോസ്റ്റ് ചെയ്യണം. ഞാൻ റോസ്റ്റിംഗ് ഒന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായിട്ട് വന്നതാണേ. നമ്മുടെ ജാമിത പ്ലീച്ചർക്ക് ഒരു പ്രശ്നമുണ്ട്. പ്ലീച്ചറിന് കൊച്ച് LKG മുതലൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഡാക്ടർ ആവണമെന്ന്. ജാമിത പ്ലീച്ചറുടെ ഡാക്ടറുടെ കേസായതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് അതൊരു വലിയ ആഗ്രഹമല്ലേ, കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം ആഗ്രഹങ്ങൾ നമ്മൾ മുതിർന്നവർ നടത്തി കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ സ്വന്തം പ്ലീച്ചറായ തിരുവനന്തപുരത്തിലേക്ക് ചേക്കേറിയ തിരുവനന്തപുരത്തല്ലാത്ത കോന്നിയിൽ നിന്ന് എഴുന്നള്ളി വന്ന അലവലാതെ തക്കാളി ചോറായ കാമിത പ്ലീച്ചർക്ക് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഇരക്കൽ ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. ഒന്ന് വായിക്കട്ടെ. ജാമിത പ്ലീച്ചർക്ക് നമ്മുടെ സഹായം വേണം. 5-6 തൊഴുകൈ 6-5 ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ തൊഴുകയും ഒക്കെ ആയി അഗ്രീഡ്, മറ്റതെന്തിനാണ്? പ്രിയപ്പെട്ടവരെ, യെസ്, LKG മുതലുള്ള എൻ്റെ മോളുടെ വലിയ ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവണമെന്നുള്ളത്. ആണോ? ആ സ്വപ്നത്തിലെത്തിക്കാൻ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ സാമ്പത്തിക പ്രയാസത്തിലാണ് ഞാൻ. പുള്ളിക്കാരത്തി. ശരി, പ്രശ്നമാണ്. ഒരു വലിയ എമൗണ്ട് വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്ക് കുടുംബമായും കൂട്ടായും എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിയുന്നവർ സഹായിക്കണം. തുമ്പൻസ് ടീം ചൊറിയണ്ട. നിങ്ങളുടെ സപ്പോർട്ടോ സഹായമോ എനിക്ക് വേണ്ട. ജാമിത BBK, ഇന്ത്യൻ ബാങ്ക് കൊയിലാണ്ടി ബ്രാഞ്ച് 756810 IFC കോഡ് 847 IDBI GPay 8948675545 12-110-123. അത് തന്നെ നമ്പർ. അമ്മ ഇൻ്റർനാഷണൽ നമ്പറാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ അവിടെ പോയി നോക്കിയോളൂ, എനിക്കതൊന്നും പറഞ്ഞു തരാറില്ല. നമ്പറൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നം വരും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അല്ലടി, തുമ്പൻസ് ടീമെന്ന് നീ ഉദ്ദേശിച്ചത് ആരെയാണ്? അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നീ ഇത് കാണണം, കണ്ടിട്ട് പറയണോ. ഇത് നീ ഉടനെ കൊണ്ടുപോയി ഹൈക്കോടതി കേസ് കൊടുക്കരുതേ. ഞാൻ കാര്യമായിട്ട് ചോദിച്ചാണ്. സത്യമായിട്ട് മോക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറയണ്ടേടി, താത്തോടത്ത് പറയണ്ടേ. അല്ലടി, നീ നടത്തുന്നത് യൂട്യൂബ് ചാനല്, ഞാനും യൂട്യൂബ് ചാനല്, ഏതാണ്ട് റവന്യൂ ഒക്കെ ഈക്വൽ ആണെന്ന് വെക്കുക. നീ പാതിയേ നിനക്ക് കിട്ടണുള്ളെന്ന് വെക്കുക. ഇടി, എന്നാലും ഒരു 6-7 സംഖ്യ ഉള്ള സാധനമല്ലടി കിട്ടണത്. ഇതൊന്നും തികയണില്ല. അതുമാത്രമല്ല, കൂടെ നടക്കണ മല്ല് കെട്ടിയവൻ അതിനെ കട്ടി ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം ഇണ്ടാസും കുണ്ടാസും ഒക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കയ്യിൽ നിന്ന് നല്ലപോലെ ഊമ്പിച്ച് കലിപ്പിച്ച് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊന്നും പോരാ, നിനക്ക് എന്തിനടി കാശ്? ഇനിയിപ്പോൾ എന്തരാവട്ടെ, ആഡംബര ജീവിതമായിരിക്കും. തകർത്താട് അഴിഞ്ഞാട്ടമല്ലേ, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിലേക്ക് പോകണ്ട അല്ലേ. ഈ ഇടയ്ക്ക് ഇവരുടെ ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. പാവശ്രീയാകട്ടെ, ഞാനൊന്ന് പോയപ്പോൾ കണ്ടായിരുന്നു. തീരെ പാടില്ലാതിരിക്കണം. 10-13 പെറ്റി തള്ളിയതാണ്. അതിലൊന്ന് തലതിരിഞ്ഞാൽ ആ പാവപ്പെട്ടുകൾ എന്ത് ചെയ്യാനാണ്? എന്തായാലും കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പാളയം പള്ളി അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ പള്ളിപ്പറമ്പും ഉണ്ടായിരുന്നു, അവിടെ കിടപ്പുണ്ട്, കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് പിന്നെ മുസ്ലിങ്ങൾ അങ്ങനെയാണല്ലോ, ഭയങ്കര സ്നേഹമുള്ളവർ, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ ആരിഫ് ഹുസൈൻ ആയിരുന്നാലും കൊണ്ടുവന്ന് അവിടെ കുഴിച്ചങ്ങിടും. നീ കാമിത പ്ലീച്ചർ ചത്താലും പാളയത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുമോ എന്നുള്ളതാണ് അമ്മക്ക് അറിയേണ്ടത്. പറയാൻ പറ്റത്തില്ല, ഇവിടെ ഡെഡ് ബോഡിയൊക്കെ അവകാശങ്ങളുള്ളതാണ്. ഡെഡ് ബോഡി പറയുന്നത് എന്നെ പാളയത്ത് കുഴിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പില്ല അവിടെ കൊണ്ട് കുഴിച്ചിടും. എന്തോന്ന് ചെയ്യാനാ, ബാക്കി എല്ലാവരെല്ലാം കുഴിതോണ്ടി വേറെ എവിടെയെങ്കിലും കൊണ്ട് കുഴിപ്പ് ആക്കേണ്ടി വരും. അതാണ് അവസ്ഥ. നമുക്കിതിലേക്ക് വരാം. എന്താ തുമ്പൻസ് ടീമാ? അത് മനസ്സിലായില്ല. ആ പോയിന്റ് നമുക്ക് ഒന്നും കൂടെ വായിക്കാം. തുമ്പൻസ് ടീം വന്ന് ചൊറിയണ്ട. നിങ്ങളുടെ സപ്പോർട്ടോ സഹായമോ എനിക്ക് വേണ്ട. സത്യമായിട്ടോ, ഈ മോളെന്ന് പറയുന്ന സാധനം ഒരു തുമ്പനുണ്ടായതല്ലേ? അത് മാത്രമല്ലല്ലോടി, നീ ഒരു തുമ്പനുണ്ടായതല്ലേ? അല്ല, നീ ഉദ്ദേശിച്ച ആ തുമ്പാണെങ്കിൽ ആ തുമ്പൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ലല്ലോ, ഒരുപാട് മുഖങ്ങൾ കയറി ഇറങ്ങിയതിൽ മിക്കവാറും കൂടുതലും തുമ്പന്മാർ തന്നെയായിരുന്നു. അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് ആർ ദർ ആൻഡ് ഓൾ ദ പീപ്പിൾസ് ആർ തുമ്പിൻ ഹാവിങ്, അങ്ങനെയല്ലേ? അവരെയാണോ നീ ഉദ്ദേശിച്ചത്? യു മീൻ ദാറ്റ് കൈൻഡ് ഓഫ് തുമ്പസ്? അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഉള്ളവനും തുമ്പനാണല്ലോ. അപ്പം നീ ആരെ ഉദ്ദേശിച്ചേ? യുവർ മക്കൾസ്, ദാറ്റ് ആൾസോ തുമ്പൻസ്. സോ വിച്ച് തുമ്പൻ യു മെൻഷൻ? എടി, ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളെന്താ പറയണേ, ഈ കാലിൽ 1 മന്തുള്ളവൻ, അല്ലെ 2 മന്തുള്ളവൻ, പിന്നെ കയ്യിൽ നീരുള്ളവനെ കുറ്റപ്പെടുത്തുക, അങ്ങനെ എന്താണ്ട് ബനാന ടോക്കില്ലേ? അതുപോലെ എനിക്ക് മനസ്സിലായത്. നിനക്കിത് നിർത്താറായില്ലേ? എനിക്ക് ഇച്ചിരി പോലും ചങ്കയും നാണമൊന്നും വരുന്നില്ല ഇടി കണ്ണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. എന്തോ പിന്നെ കുട്ടിയുടെ ഫീസിലേക്കായി എല്ലാവരും ചേർന്ന് കുറച്ചധികം പൈസ അങ്ങ് എത്തിച്ചു കൊടുക്കണം. ഇല്ല വെച്ചാൽ നമ്മളെ തന്നെ ഇവള് തെറി വിളിക്കും, വേറെ ഒന്നുമില്ല. ഇസ്ലാമിനെ എടുത്തങ്ങ് കൊടുക്കും, ഇസ്ലാമിനെ എടുത്ത് കെട്ടിയിടാൻ പറയും. വേണമെങ്കിൽ ഇനിയിപ്പോൾ ആപ്പിക്കുപ്പായ എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ 1.5 ആഴ്ചത്തേക്ക് അവൾക്ക് വേറെ വേണ്ട, ഓണമാണ്. അത് പോരാതെ നമ്മളെ അങ്ങോട്ട് നശിപ്പിക്കും. അവളെ കൊച്ചിൻ്റെ പഠിത്തം നമ്മൾ ഏറ്റെടുത്തു എന്ന് അങ്ങോട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്.
അനി മറ്റവരെന്തായാലും 10ൻ്റെ പൈസ ഇറക്കത്തില്ല. അങ്ങനെ പൈസ ഇറക്കണമെന്നുണ്ടെങ്കിൽ സംഘപരിവാരമുള്ള മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവള് ഇസ്ലാമിനെ എടുത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇസ്ലാമിനെ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കേണ്ട ഒരു ഗതികളിലാണ് നമ്മളുള്ളത്. നിങ്ങൾ ഇതിനെ തീരുമാനിക്കും, കൊടുക്കണമെങ്കിൽ കൊടുക്കും, കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇവൾ പറയണത് മുഴുക്ക ഫ്ലോപ്പിയാണെന്ന് ഈ ഒരു വിഷയത്തിൽ തന്നെ തെളിവാണ്. തുമ്പൻസിനെ ഇങ്ങോട്ട് വേണ്ടാന്ന്. തുമ്പൻസ് വേണ്ടെങ്കിൽ ആദ്യം നീ നിൻ്റെ ഇപ്പോഴുള്ള ആ ഇട്ടാപ്പൊട്ടൻ വെപ്പാട്ടനെ പിടിച്ച് പുറത്താക്കണം. പിന്നെ കൂടെയുള്ള 4-5 അല്ലേ നുള്ളിപ്പറക്കുള്ള എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. എല്ലാം തുമ്പൻസ് ടീമുകളാണല്ലോ. പിന്നെ എൻ്റെ മോളുടെ പിതൃത്വ ഗുണം എൻ്റെ അടുത്ത് നോക്കിയാൽ അതാണ് റിയൽ ആളാണെങ്കിൽ ഓൻ്റെ സുനായി നമ്മൾ തപ്പിക്കൊണ്ട് പോവേണ്ടി വരും. എന്നിട്ട് അത് തുമ്പാണോ തുമ്പില്ലെന്നൊക്കെ അന്വേഷിച്ച് പറയേണ്ടി വരും. ആകെ മൊത്തം ഒന്നും പറയാനില്ലടി. സന്തോഷ പുളകിതം. ഉമ്മ മരണപ്പെട്ടപ്പോഴത്തേക്ക് മോള് തനിച്ചൊരു സ്ഥലം കണ്ടെത്തി അവിടെ കൊണ്ടുപോയി അടക്കാത്ത എന്ത്? സ്വന്തം പെറ്റുമാരുടെ അടുത്ത് പോകാൻ പറ്റിയില്ലല്ലേ? അതൊക്കെ നീ ഡ്യൂപ്ലിക്കേറ്റ് പറയണമെന്ന് എനിക്കറിയാം. കള്ളിയാ നീ അവിടെ ഉണ്ടായിരുന്നൊന്നും, നീ ആ ചടങ്ങിൽ പങ്കെടുത്തൊന്നും, നീ ഇനിയിപ്പം മറ്റേ എനിക്കൊന്ന് ഈ പൈസയൊക്കെ ഇങ്ങനെ ഒപ്പിച്ചെടുത്തിട്ട് ആ ചടങ്ങ് നടത്താനാണെന്നൊക്കെ ഉള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഇതാണ് മുസ്ലിംസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് മഹല്ലുകൾ തമ്മിൽ തീരുമാനിക്കേണ്ട വളരെ സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് തടയിടുകയും അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു മുന്നൊരുക്കങ്ങളോ യുണൈറ്റായിട്ട് നിന്നുകൊണ്ട് ചെയ്യുകയോ ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. സമുദായത്തിനെ തോന്നിവാസം പറഞ്ഞുകൊണ്ട് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് വിടുകയല്ല വേണ്ടത്. അതിനെതിരെ കർശനമായ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം ഇതിനെക്കാട്ടിയും വലിയ കോമഡി എന്താണെന്നറിയാമോ? കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നതാണ്. ഇസ്ലാമിനെ നവീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടീച്ചറാണ് ഞാനെന്നാണ് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. എന്ത് നവീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. നവീകരണ പ്രസ്ഥാനം നീ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിൻ്റെ വീട് തൂത്തുറക്കി കുപ്പയിൽ കൊണ്ടിടേണ്ട ഒരു അവസ്ഥയാണെന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഒന്നും പറയാക്കത്തില്ലേ. പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, പൊളിറ്റിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് ഇൻകറക്റ്റ് ആവും. സോ ആ ഇൻകറക്ഷന് ഞാൻ തയ്യാറല്ല. ഒന്നും പറയാനില്ല. ഉമ്മ പ്രസവിച്ചു, അല്ല ഉമ്മ 13 പ്രസവിച്ചു, നാട്ടുകാരുടെ മണ്ടയ്ക്ക് കയറി അങ്ങ് തകർക്കും. മുസ്ലിങ്ങൾ പന്നി പെറ്റ കണക്ക് പെറ്റുകൂട്ടുന്നു. ഈ പന്നി പെറ്റ കണക്ക് പെറ്റുകൂട്ടി എന്ന് പറയുമ്പം സ്വന്തം ഉമ്മ 13 പെറ്റേ. അപ്പോൾ അത് ഒരു കാര്യം. 2, ഈ മുറിയന്മാർ പ്രശ്നമെന്ന് പറയും. വീട്ടിൽ നിറച്ച് മുറിയന്മാർ, വന്നതും നിന്നതും പോയതും ഇനി വരാനിരിക്കുന്നതും എല്ലാം മുറിയന്മാരാ. ഈ മുറിയന്മാരെ കൊണ്ടാ പ്രശ്നമെന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പ്ലീച്ചറിത് മുറി ടീംസേ വേണ്ടുള്ളൂ. അതാണ് ആസ്വാദനം വേണോ, മുറി ടീംസ് തന്നെ വേണം. എന്തായാലും മാക്ക് മുറി ടീംസിനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. എന്നാലും പിന്നെയും തകർത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുത്ത് ഇസ്ലാമിനിട്ട് കുത്തിയാൽ മാത്രമേ അവിടുന്ന് കാശി വരുള്ളൂ. എൻ്റെ പൊന്ന് കാസ ടീംസ് ആൻഡ് സൽ സംഗൂസെ, ഇവൾ നിങ്ങളെ 8-ാമതോ 9-ാമത്തോ നിലയിൽ പറ്റിക്കുകയാണ്. ഇവൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഇവൾക്ക് ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ, ആംപ്ലിഫയർ വേറെയാണ്, ആംപിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് ഇടാൻ പറ. അവൾ പെണ്ണൊരുത്തിയാണെങ്കിൽ, അവൾ ആ കഞ്ചാവ് കാക്കയ്ക്കുള്ളതാണെങ്കിൽ ഒരെണ്ണം ഒരു സിംഗിൾ സാധനം ഇടാൻ പറ. ഇട്ടൂല. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ കയറി ചീവി വിടുമെന്ന് അവർക്കറിയാം. ഇവൾ പറയണ ഈ മുറിഞ്ഞ സാധനം അവളെ വെപ്പാട്ടത് വരെ നിങ്ങൾ ചീവിക്കൊണ്ട് പോകുമെന്നറിയാം. മുസ്ലിംസ് ആകുമ്പോൾ മൗനമായിട്ട് ഇതങ്ങ് അനുഭവിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ പറയാമല്ലോ, ഇഷ്ടം പോലെ പറയാമല്ലോ. പറഞ്ഞ് തികയ്ക്കട്ടെ. ഒന്നും പറയാനില്ല. ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികം. നമ്മൾ ഒരാളുടെ ഒരു പൈസ ചോദിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് ചോദിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സമുദായത്തിന്, അത് സ്വസമുദായത്തിന്, സ്വന്തം മക്കൾ ജീവിക്കുന്ന സമുദായത്തിന്, സ്വന്തം ഭർത്താവ് വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരുത്തിയുടെ ഭർത്താവ് കൂടെ വെച്ചുകൊണ്ടിരുന്നു കൊണ്ട് എല്ലാ ഇമ്മോറൽ ആക്ടിവിറ്റീസും നടത്തിയിട്ട് നാട്ടുകാരെ നോക്കി കൊഞ്ഞനം കാണിക്കുന്ന ഒരു പ്രത്യേകതരം പ്ലീച്ചർ. ഒന്നും പറയല്ല. ഇതിനെപ്പറ്റി പറഞ്ഞാലേ ടൈം വേസ്റ്റാണ്. ഞാൻ പോണു, മതി. ഷെയറൊന്നും ചെയ്യണ്ട. നീ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ദയവ് ഇത് ഷെയറൊന്നും ചെയ്ത് കൊടുക്കല്ലേ, മിണ്ടായിരിക്കും.